ഇന്ത്യയുടെ പാരീസ് പ്രയാണത്തിന് അമ്പെയ്ത്തോടെ തുടക്കമാവുന്നു. ഇന്ത്യൻ പ്രതീക്ഷകളുമായി വെല്ലുകുലയ്ക്കുന്നത് 6 താരങ്ങൾ. പുരുഷ വിഭാഗത്തിൽ ധീരജ് ബൊമ്മദേവര, തരുൺദീപ് റായ്, പ്രവീൺ ജാദവ്. വനിതാ വിഭാഗത്തിൽ മുൻ ലോക 1-ാം നമ്പർ ദീപിക കുമാരി, ഭജൻ കൗർ, അങ്കിത ഭഗവത്. ഇത്തവണത്തെ ഒളിമ്പിക്സിൽ എല്ലാ ഫോർമാറ്റിലും ഇന്ത്യൻ പ്രാതിനിധ്യമുള്ള ഏക ഇനമാണ് അമ്പെയ്ത്ത്. പുരുഷ വനിതാ വ്യക്തിഗത ടീം വിഭാഗങ്ങളിലും മിക്സഡ് റൗണ്ടിലും ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. റാങ്കിംഗ് നിശ്ചയിക്കുന്ന റൗണ്ടാണ് ഇന്ന് നടക്കുന്നത്. 64 വീതം താരങ്ങൾ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ മത്സരരംഗത്ത്. 70 മീറ്റർ ദൂരത്തിലുള്ള ലക്ഷ്യത്തിലേക്ക് 72 തവണ ഓരോ താരങ്ങളും അമ്പെയ്യണം. നേടുന്ന പോയിന്റിനനുസരിച്ച് താരങ്ങൾക്ക് റാങ്ക് നൽകും. ഈ റാങ്ക് അനുസരിച്ചാണ് അടുത്ത റൗണ്ടിലെ മത്സരക്രമം തയ്യാറാക്കുന്നത്. 1-ാം സ്ഥാനത്ത് വരുന്നയാൾ 64-ാം റാങ്കിലുള്ളയാളെയും 2-ാം സ്ഥാനത്തുള്ളയാൾ 63-ാം റാങ്കിലുള്ള ആളെയും നേരിടും. ഈ തരത്തിലാണ് സീഡിംഗ് തീരുമാനിക്കുക. അതായത് താരതമ്യേന ദുർബലരായ എതിരാളികളെ ലഭിക്കണമെങ്കിൽ റാങ്കിങ്ങിൽ മുന്നിലെത്തണമെന്ന സാരം. ഈ റാങ്കുകൾ തന്നെയാണ് ടീം മിക്സഡ് വിഭാഗങ്ങളിലെയും മത്സരക്രമം തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്നത്. വനിതാ റാങ്കിംഗ് റൗണ്ട് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങും. പുരുഷ വിഭാഗം മത്സരം 5:45-നും. ദീപിക കുമാരിയുടെയും തരുൺദീപിൻ്റെയും എല്ലാം മിന്നം ഫോം അമ്പെയ്ത്തിലെ ചരിത്ര മെഡൽ ഇന്ത്യക്ക് സമ്മാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫുട്ബോൾ, റഗ്ബി ആദ്യ റൗണ്ട് മത്സരങ്ങൾ പുരോഗമിക്കുന്നതിനൊപ്പം ഹാൻഡ്ബോൾ മത്സരത്തിനും ഇന്ന് തുടക്കമാവും. പുരുഷ ഫുട്ബോളിൽ 12:30-ക്ക് ആതിഥേയരായ ഫ്രാൻസ് അമേരിക്കയെ നേരിടും. വനിതാ വിഭാഗത്തിൽ രാത്രി 10:30-ക്ക് ബ്രസീൽ നൈജീരിയ പോരാട്ടവും ഇന്നുണ്ട്.